ഇന്നൊരു വർക്കിംഗ് ഡേയിലെ മോർണിംഗ് വീഡിയോ ആയിരുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ മാവ് എല്ലാ ദിവസവും പുറത്തുനിന്നാണ് കേട്ടോ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തിന് നല്ലതും അല്ല. മാത്രമല്ല ഇപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത് വളരെ കുറവാണ് കേട്ടോ. അപ്പം അതിന്റെ ഭാഗമായിട്ട് വീട്ടിൽ തന്നെ മാവ് അരയ്ക്കാമെന്ന് തീരുമാനിച്ചു. 1% ബെറ്റർ തിയറി കേട്ടിട്ടുണ്ടോ? അതായത് 1% ചേഞ്ച്. അതായത് നമ്മൾ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരേ സമയം നമ്മൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാതെ ദിവസവും വെറും 1% മെച്ചപ്പെടാനായിട്ട് ശ്രമിക്കുക. അറ്റോമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകത്തിലൂടെയാണ് കേട്ടോ ഈ ഒരു കൺസെപ്റ്റ് കൂടുതലായിട്ട് അറിയപ്പെട്ടത്. അപ്പം നമ്മുടെ ഭക്ഷണ രീതിയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ ശതമാനം വീതം നമുക്ക് ചേഞ്ചസ് വരുത്താമെന്ന് വിചാരിച്ചു. മാവൊക്കെ നമുക്ക് അടിപൊളിയായിട്ടാണ് കിട്ടിയതെങ്കിലും ഇഡലിയുടെ ഷേപ്പിന് എന്തോ ഒരു പന്തികേടില്ലേ. ഒരു സൈഡിൽ കൂടെ ബ്രേക്ക്ഫാസ്റ്റും ഒരു സൈഡിൽ കൂടെ ഉച്ചയ്ക്കിച്ചാന് കൊണ്ടുപോകാനുള്ള ലഞ്ചും കൂടെ റെഡിയാക്കാണ്. പച്ചരിയും ഉഴുന്നും ചെറുപയറും കുറച്ച് ഉലുവയും അതുപോലെ കുറച്ച് ചോറും കൂടെ ചേർത്താണ് കേട്ടോ ഞാൻ ആട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാലും എന്റെ ശോഷിച്ചു പോയ ഇഡലി കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോ നമ്മൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? അങ്ങനെ ഷേപ്പ് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് സാമ്പാർ ഞാൻ വാരിക്കോരി ഒഴിച്ചിട്ടാണ് കേട്ടോ ഇച്ചാന് കൊണ്ടുപോയി കൊടുത്തത്. ഇത്രയും സഹതാപമില്ലാത്ത മറ്റൊരു സഹമുറിയനെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഓൾ മൈ ഫേറ്റ്. പാവം എന്റെ പരീക്ഷണങ്ങൾക്കൊക്കെ മൊത്തം ഇരയാവുന്നത് ഇച്ചാനാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ലഞ്ചിന്റെ പൊട്ടറ്റോ ഫ്രൈയും എഗ് റോസ്റ്റും രസവുമായിരുന്നു. അങ്ങനെ ഈ ആഴ്ച മുതൽ എനിക്ക് വർക്ക് ഫ്രം ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്ത സ്ഥിതിക്ക് രാവിലത്തെ പാത്രം കഴുകൽ ഇച്ചാനാണ്. എന്റെ ജോലി സമയം 10 to 7 വരെയാണ് കേട്ടോ. ഇച്ചാനത് 11 മുതൽ 8 വരെയാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.